ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അത് അദ്ദേഹം പറയുന്നെന്ന് മാത്രമേ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പരാതിയുള്ളൂ. ഗുരുദേവൻ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, എന്താണ് പറയാൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞിരിക്കുന്നു, അതാണ് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ കേരളത്തിൽ ന്യൂനപക്ഷ നേതാക്കളാണെങ്കിലും ഭൂരിപക്ഷ സമുദായത്തിൻ്റെ നേതാക്കളാണെങ്കിലും വർഗീയത പറഞ്ഞാലും ഞാൻ പറയും, ഞങ്ങൾ പറയും. വർഗീയത പ്രചരിപ്പിക്കാനും വിദ്വേഷ ക്യാമ്പയിൻ നടത്താൻ ശ്രമിച്ചാലും ഞങ്ങൾ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കും, അതിനെതിരെ പറഞ്ഞിരിക്കും. അദ്ദേഹത്തോട് ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു അറിവിന് വേണ്ടിയിട്ട് ഞാൻ പറയാം. ഞാൻ 25 വർഷമായിട്ട് MLA ആയിട്ടിരിക്കുന്നു. എൻ്റെ നിയോജക മണ്ഡലത്തിൽ 52% വോട്ടർമാർ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. 52%. ഞാൻ റെപ്രസെൻ്റ് ചെയ്യണ കമ്മ്യൂണിറ്റി 4ാം സ്ഥാനത്ത് 5ാം സ്ഥാനത്തായിട്ടാണ് എൻ്റെ നിയോജക മണ്ഡലത്തിൽ. 52% വോട്ട്. അത് 2 ലക്ഷം വോട്ടുള്ളപ്പോൾ 1,04,000 വോട്ട്. എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന ആളുകൾ എൻ്റെ നിയോജകമണ്ഡലത്തിലെ ആളുകളാണല്ലോ, മനസ്സിലായില്ലേ? ഞാൻ ഏത് വിരോധം പറഞ്ഞേക്കണം. ഞാൻ ശ്രീനാരായണീയനും കൂടിയാണ്. ശ്രീനാരായണ ഗുരുദേവനെ ഇഷ്ടപ്പെടുന്ന ഒരാളും അദ്ദേഹത്തിൻ്റെ ദർശനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ്. ആ ശ്രീനാരായണ പ്രചാരകൻ കൂടിയാണ് ഞാൻ. ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അത് അദ്ദേഹം പറയുന്നെന്ന് മാത്രമേ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പരാതിയുള്ളൂ. ഗുരുദേവൻ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, എന്താണ് പറയാൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞിരിക്കുന്നു, അതാണ് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ കേരളത്തിൽ ന്യൂനപക്ഷ നേതാക്കളാണെങ്കിലും ഭൂരിപക്ഷ സമുദായത്തിൻ്റെ നേതാക്കളാണെങ്കിലും വർഗീയത പറഞ്ഞാലും ഞാൻ പറയും, ഞങ്ങൾ പറയും. വർഗീയത പ്രചരിപ്പിക്കാനും വിദ്വേഷ ക്യാമ്പയിൻ നടത്താൻ ശ്രമിച്ചാലും ഞങ്ങൾ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കും, അതിനെതിരെ പറഞ്ഞിരിക്കും. ഒരു സംശയവും വേണ്ട. അത് തിരഞ്ഞെടുപ്പൊന്നും ഞങ്ങൾക്ക് വിഷയമൊന്നുമല്ല. തിരഞ്ഞെടുപ്പിന് ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. സംശയം എന്താ? ഞങ്ങൾ തിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ്. ഞങ്ങൾ തുടങ്ങി. ഞങ്ങൾ 100-ലധികം സീറ്റോടുകൂടി ടീം UDF അധികാരത്തിൽ വരുകയും ചെയ്യും.